നമസ്കാരം. അംശി മുംബൈയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടെ നിങ്ങൾ ഏവർക്കും സ്വാഗതം ഓൺ അംശി മുംബൈ കാ അപ്നാ റിയാലിറ്റി ഷോ ഗുഡ് വിൻ ഗോൾഡൻ വോയിസ് 2016. മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ശ്രീ കാവാലം ശ്രീകുമാർ, ശ്രീ പുതുശ്ശേരി ജനാർദ്ദനൻ, ഉത്തര ഉണ്ണി. നാടൻ പാട്ട് മത്സരത്തിന്റെ ഈ വേദിയിൽ മണ്ണിന്റെ മണമുള്ള തോറ്റം പാട്ടുമായി ഇതാ അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു നിക്കിത. Nikita, hi, looking good. Thank you. I'm set. Yeah, sure. അപ്പോൾ സ്ട്രേറ്റ് away പാട്ടിലേക്ക് കടക്കുന്നോ അതോ ഏതാ പാട്ട് പാടാൻ പോകുന്നത്? I'm gonna sing പുഞ്ചവയൽ ചെരയുറക്കണ പറഞ്ഞിട്ട് ഒരു കൊയ്ത്ത് പാട്ടാണ്, നാടൻ പാട്ട്. This is a special dedication for all the പാടത്ത് വർക്ക് ചെയ്യണ ആൾക്കാര്. അവര് രാവും പകലും പണി ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ടി കുറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. So for them it's a dedication. A lovely thought. So give us a good performance. Wish you all the best. Thank you. പുഞ്ചവയൽ ചെരയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കള പാട്ട്. പുഞ്ചവയൽ ചെരയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കള പാട്ട്. പാട്ടിന് താണമടിക്കണ മാടത്ത് പുളിയന്റെ പാട്ട് നെയ്യണ തങ്കത്തിനാവ്. പാട്ടിന് താളമടിക്കണ മാടത്ത് പുളിയന്റെ കരളിന്റെ കരളില് പാട്ട് നെയ്യണ തങ്കത്തിനാവ്. പുഞ്ചവയൽ ചെരയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കള പാട്ട്. പുഞ്ചവയൽ ചെരയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കള പാട്ട്. മലമുകളിലൂടലറി വരും ഒരൊറ്റയാൻ പോലെ കുതി കുതിച്ചു വരുന്നോരാറ്റു വെള്ളം തടയാ. മലമുകളിലൂടലറി വരും ഒരൊറ്റയാൻ പോലെ കുതി കുതിച്ചു വരുന്നോരാറ്റു വെള്ളം തടയാൻ. മടയുയർത്തന പുലിയന്റെ കുടിയില് തീപ്പുക പൊങ്ങാൻ. മനം തെളിയണേ മിഴി തുറക്കണേ ദേവതമാരെ. മടയുയർത്തണ പുലിയന്റെ കുടിയില് തീപ്പുക പൊങ്ങാൻ. മനം തെളിയണേ മിഴി തുറക്കണേ ദേവതമാരെ. പുഞ്ചവയൽ ചെരയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കള പാട്ട്. പുഞ്ചവയൽ ചെരയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കള പാട്ട്. പുഞ്ചപ്പാടത്തിന്റെ ചുണ്ടില് പുഞ്ചിരി പൂത്തുവിരിഞ്ഞാൽ ചെഞ്ചോര മാനത്ത് പുലരി പെണ്ണവൾ ഉണർന്നു വന്നാൽ. പുഞ്ചപ്പാടത്തിന്റെ ചുണ്ടില് പുഞ്ചിരി പൂത്തുവിരിഞ്ഞാൽ
ചെറയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കള പാട്ട് ഉഞ്ചവയൽ ചെറയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കള പാട്ട് പാട്ടിന് താളമടിക്കണ മാടത്ത് പുലിയന്റെ കരളിന്റെ കരളിലെ പാട്ട് നെയ്യണ തങ്കത്തിനാവ് പാട്ടിന് താളമടിക്കണ മാടത്ത് പുലിയന്റെ കരളിന്റെ കരളിലെ പാട്ട് നെയ്യണ തങ്കത്തിനാവ് പുഞ്ചവയൽ ചേരയുറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കള പാട്ട് പുഞ്ചവയൽ ചേരയുറക്കണ തോട്ടം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കള പാട്ട് പാട്ടിന് താളമടിക്കണ മാടത്ത് പുലിയന്റെ കരളിന്റെ കരളിലെ പാട്ട് നെയ്യണ തങ്കത്തിനാവ് പാട്ടിന് താളമടിക്കണ മാടത്ത് പുലിയന്റെ കരളിന്റെ കരളിലെ പാട്ട് നെയ്യണ തങ്കത്തിനാവ് പുഞ്ചവയൽ ചിറയുറക്കണ തോട്ടം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കള പാട്ട് പുഞ്ചവയൽ ചിറയുറക്കണ തോട്ടം പാട്ട് നെഞ്ചുരുകി പാടണ മണ്ണിന്റെ മക്കള പാട്ട് ഗാനത്തെ കണ്ടപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയിട്ടോ, എന്താ ചെയ്യാൻ പോകുന്നത്. എനിവേസ് നമുക്ക് ജഡ്ജസോട് ചോദിക്കാം. ശ്രീകുമാർ സർ. നികിത, യെസ് നമസ്കാരം സർ. നികിത നന്നായിട്ട് പാടി. താങ്ക് യു. നമ്മൾ ഇതുവരെ കേട്ട് വന്ന ഒരു ഫോക്കിന്റെ ഒരു സംസ്കാരത്തിൽ നിന്ന് ഇത് ഫോക്കാണ്, ഫോക്കിഷാണ്, ഇത് ഫോക്ക് നാടൻ ഇതാണ്. ഇതൊരു ആൽബം സോങ് ആണോ? ആൽബം സോങ്. വിദ്യാധരൻ മാസ്റ്ററിന്റെ സോങ്. അപ്പൊ ഇതിന് മറ്റു പാട്ടുകളിനേക്കാളും ഒരു പാട്ടെന്നുള്ള നിലയിൽ ഇതിനൊരു ഫുൾനെസ് ഉണ്ട്. കാരണം ഒരു കമ്പോസ് ചെയ്ത പാട്ടാണല്ലോ. മറ്റേതൊക്കെ നമുക്ക് സിംപ്ലിസിറ്റി ഒക്കെ മറ്റേ പാട്ടുകൾക്ക് ഇതുവരെ കേട്ട പാട്ടുകൾക്ക് എല്ലാം ഉണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ ഒരു കമ്പോസർ അതിനകത്ത് ഇങ്ങനെ നമ്മൾ കയറി ചെയ്ത ഒരു പാട്ടായതുകൊണ്ട് അതിനൊരു വ്യത്യസ്തമായിട്ടൊരു സാധനമാണ്. അപ്പം അതിനൊരു ലൈറ്റർ സാധനം കൂടെ വന്നു അല്ലേ? അപ്പം അത് നന്നായിട്ട് പാടി മോള്. നമ്മൾ ഈ കേട്ട് വന്ന ആ ഒരു ശൈലിയല്ല എന്നേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്. ജനാർദ്ദനൻ സർ. മോളുടെ പാട്ട് കേട്ട സമയത്ത് വളരെയേറെ സന്തോഷം. കാരണം കൊയ്ത്തിൻ്റെ ഒരു കർഷകരുടെ ആദ്യം മോള് ചെയ്തത് വലിയൊരു കാര്യമാണ്. കർഷകർക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു നല്ലൊരു കയ്യടി കൊടുക്കാവുന്നതാണ്. നല്ലൊരു കർഷകൻ നമുക്ക് നാട്ടിൽ സൃഷ്ടിക്കപ്പെടാൻ ഒരു അവസരവുമില്ല. ഡോക്ടറുണ്ട്, എഞ്ചിനീയറുണ്ട്, IAS ഉണ്ട്, IPS ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല കർഷകൻ നമ്മൾക്ക് ആവശ്യമാണ്. സമൂഹത്തിന് കർഷകൻ ആവശ്യമാണ്. കർഷകനാണ് നമ്മളെ തീറ്റിപ്പോറ്റുന്നത്. കർഷകൻ ഇല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാവും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. നല്ല കർഷകൻ എന്ന് ഉദ്ദേശിക്കുന്നത് മഴ പെയ്യുമോ വിത്തിട്ട വിളയുമോ എന്നെല്ലാം മനക്കൊണ്ടുകൊണ്ട് കാണാനുള്ള ശേഷിയുള്ളവനാണ്. മണ്ണിനെ അടുത്തറിയുന്നവനാണ് കർഷകൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കർഷക പ്രതിഭകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവരെ വേറെ അവരുടെ ഇഷ്ടമില്ലാത്ത റൂട്ടിലേക്ക് നമ്മൾ വിടാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള പാട്ടുകൾ, ഇങ്ങനെയുള്ള ഷോസുകളൊക്കെ നമ്മൾക്ക് അങ്ങനെയുള്ളൊരു ബോധം സൃഷ്ടിക്കാനും നല്ല ഇനി ഭാവിയിലെങ്കിലും കർഷകർക്ക് പ്രാധാന്യം ലഭിക്കുന്ന ഷോയാണ്, പാട്ടാണ്, ഈണമാണ്. പ്രത്യേകിച്ച് എനിക്ക് അടിവരയിട്ട് ഞാൻ പറയുന്നു, ഇങ്ങനെയുള്ള ഷോസുകളിൽ പാട്ട് നല്ലതാണ്. നാടൻ പാട്ട് ആണെന്ന് ഉറപ്പിച്ച് തിരഞ്ഞെടുക്കുക. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നാടൻ പാട്ട് ആണോ എന്ന് ഉറപ്പിച്ച് അത് പാടി അവതരിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം.
ഉത്തര മാം. നികിത നന്നായി പാടി. താങ്ക് യു. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ലോണം ചേരുന്നുണ്ട് വേഷം. മൊത്തത്തിൽ നല്ലായിരുന്നു പെർഫോമൻസ്. നികിത. സോ മാർക്സ് ശ്രീകുമാർ സർ. 45 35. ജനാർദ്ദനൻ സർ. 45-ൽ 34. ഉത്തര മാം. 7 out of 10. നൂറ്റി 62ാമത് ചതയദിന ആഘോഷത്തിന്റെ ഭാഗമായി SNDP യോഗം അമ്പർനാഥ് യൂണിറ്റ് സംഘടിപ്പിച്ച ഗുരുജയന്തി ആഘോഷം ശ്രദ്ധ നേടിയത് യുവ നേതൃപാടവത്തിന്റെ മികവ് കൊണ്ട്. ഒരു മതവും അന്യമല്ലെന്നും മനുഷ്യരിൽ ഉച്ചനീചത്വങ്ങളില്ലെന്നും അരുളുവാൻ യുഗപുരുഷനായി നെഞ്ചിലറിവി. ഘോഷയാത്രയോടെ ആരംഭിച്ച ആഘോഷത്തിൽ ബിനു പടിലാട്ടുകര, കബീർ ഗെയ്ക്വാഡ്, ചരൺ റസൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. MP അജയ്കുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് ശ്രീനാരായണ ഗുരു സമൂഹത്തിൽ പ്രവർത്തിച്ചതെന്നും അദ്വൈത ചിന്ത പ്രായോഗികമായി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തത് ഗുരുവാണെന്നുമുള്ള സന്ദേശം നൽകുന്നതായിരുന്നു ചടങ്ങ്. ജാതിമത ഭാഷ ഭേദമന്യേ സർവരും ഗുരുവിന്റെ ആദർശങ്ങളെ പിന്തുടരുന്നവരാണെന്ന് കബീർ ഗെയ്ക്വാഡ് അഭിപ്രായപ്പെട്ടു. आज हम और आप यहाँ पे आए हैं एक ऐसे व्यक्ति के लिए जिस व्यक्ति ने अपनी पूरी जिंदगी अपने समाज अपने लोगों. വിവിധ സംഘടനകളിലെ ഭാരവാഹികളും സാമൂഹിക പ്രവർത്തകരും അതിഥികളായിരുന്നു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ചടങ്ങിൽ ആദരിച്ചു. കുരുന്നു കലാകാരന്മാരും യുവ പ്രതിഭകളും ചേർന്നൊരുക്കിയ കലാവിരുന്ന് തിളക്കമാർന്ന പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. കേരളത്തിന്റെ തനിമ നിറഞ്ഞ കൈകൊട്ടിക്കളിയും പ്രേക്ഷക പ്രീതി നേടി. ശാസ്ത്രീയ നൃത്തങ്ങളും സിനിമാറ്റിക് ഡാൻസുകളുമായി യുവ കലാകാരന്മാർ പ്രതിഭ തെളിയിച്ചപ്പോൾ നാടൻപാട്ടിന്റെ ഈരടികളുമായി വനിതാ വിഭാഗവും മാറ്റുരച്ചു. പ്രതിഭകൾ അണിനിരന്ന വിവിധ കലാപരിപാടികൾ കൊണ്ട് സമ്പന്നമായിരുന്നു ഗുരുജയന്തി ആഘോഷം. മഹിളാ വിഭാഗം പ്രസിഡന്റ് മണി മധുസൂദനൻ ചൊല്ലിയ കവിതയും ശ്രദ്ധ നേടി. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണെന്ന് മണി മധുസൂദനൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ വനിതാ സംഘത്തിന്റെ വിജയം എന്ന് പറയുന്നത്. വെൽക്കം ബാക്ക്. യൂത്ത് വിങ്ങിന്റെ സംഘടനാ പാടവം അഭിനന്ദനം അറിയിക്കുന്നുവെന്ന് വൈസ് പ്രസിഡന്റ് അനിത വിനോദ് അഭിപ്രായപ്പെട്ടു. യൂത്ത് വിങ്ങിന്റെ കുട്ടികൾ അവരുടെ കഴിവിനനുസരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോരോ പുതിയ സംരംഭങ്ങൾ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ അവരുടെ കഴിവിനനുസരിച്ച് അവർ വിജയിപ്പിക്കുന്നുണ്ട്. നാലു വർഷമായി യൂത്ത് വിംഗ് സമൂഹ നന്മയ്ക്ക് വേണ്ടി ചെയ്തു വരുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ SNDP യൂത്ത് വിംഗ് വൈസ് പ്രസിഡന്റ് അഖിൽ കുമാറിന്റെ വാക്കുകളിൽ അഭിമാനം. ആ 4 വർഷം കൂടി ഞങ്ങൾ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ എൻട്രി ചെയ്തത് ഒരു ഫ്ലാഷ് മോബ് സ്ട്രീറ്റ് ഡാൻസിൽ കൂടിയാണ്. അതിനുശേഷം ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തി, ഒരു വിഷു കൈനീട്ടം നടത്തി. വിഷു കൈനീട്ടം എന്ന് ഉദ്ദേശിച്ചാൽ ഞങ്ങൾ പാവപ്പെട്ട കുട്ടികൾക്ക് ഓഫനേജിൽ പോയിട്ട് അവർക്ക് ബാഗും പുസ്തകങ്ങളും പഠിക്കാനുള്ള സാമഗ്രികളും നമുക്ക് കൊടുത്തു. ഇനി ഞങ്ങൾ പുതിയ ചെയ്യാൻ പോകുന്ന പ്രൊജക്ട് വിദ്യാ പ്രൊജക്റ്റാണ്. സാമൂഹിക പ്രതിബദ്ധതയോടെ നിർധനരെ സഹായിക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് അഖിൽ.
ഭാവി പരിപാടികളെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസത്തോടെയാണ് യൂത്ത് സെക്രട്ടറി ആയുഷ് തിരുവോത്തിനും സംസാരിക്കാനുണ്ടായിരുന്നത്. വിദ്യാ പ്രോജക്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു കഴിവില്ലാത്ത കുട്ടീനെ അഥവാ ഒരു പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ പഠിക്കാൻ പറ്റാത്ത കുട്ടിക്ക് വേണ്ടി നമ്മൾ ഒരു വർഷത്തെ അവരുടെ ഫീസ് ആയാലും അവരുടെ ബുക്സ് ആയാലും എന്തായാലും അവരുടെ അച്ഛനമ്മക്കും കൊടുക്കാൻ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് കൊടുക്കും. കാരണം ഇടയ്ക്കൊരു മീഡിയേറ്റർ ഇല്ലാണ്ട് നമ്മൾ പോയി കൊടുക്കും. നൂതന സാങ്കേതികവിദ്യ ജനോപകാര പരിപാടികൾക്കായി വിനിയോഗിക്കണമെന്ന് പ്രണവ് പ്രേംനാഥ് പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും സോഷ്യൽ മീഡിയയിലൂടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്താൽ യൂത്ത് കണ്ടാൽ അത് നല്ലൊരു ചാനലായിരിക്കും കുട്ടികൾക്ക് വേണ്ടിയും ബാക്കിയുള്ളവർക്ക് വേണ്ടിയും ഒരു ട്രാൻസ്പെറൻസി വയ്ക്കാം. സോ ദേ വിൽ നോ വാട്ട് വി ആർ ഡൂയിങ് ആക്ച്വലി. വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകൾ സമൂഹ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തണമെന്നും ഇവരെല്ലാം സ്വപ്നം കാണുന്നു. മുതിർന്ന തലമുറയിലെ സംഘാടകരുടെ കീഴിൽ കൂടുതൽ ഊർജിതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അംബർനാഥ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂത്ത് വിംഗ്. 20 വർഷമായി സജീവമായി നല്ല പ്രവർത്തനം സംഘടന കാഴ്ചവെക്കുന്നുവെന്ന് പ്രസിഡന്റ് അജയ് കുമാർ പറഞ്ഞു. കഴിഞ്ഞ 20 വർഷമായി ഈ ശാഖയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ വളരെ ചെറുതിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഞങ്ങൾ വലിയൊരു തലത്തിലോട്ട് എത്തിച്ചേർന്നു. അത് നമ്മളുടെ പൂർവികർ, ഞങ്ങൾക്ക് ഇതിക്ക് മുൻപായിരുന്ന പൂർവികരെല്ലാം തുടങ്ങി വെച്ച കാര്യങ്ങൾ അവർ ചെറുതായി തുടങ്ങിയെങ്കിലും ആ കാര്യങ്ങൾ ഞങ്ങൾ അതിലേക്ക് നല്ല നിലയിലോട്ട് ഇന്ന് എത്തിച്ചിരിക്കുകയാണ്. വനിതാ സംഘവും യൂത്ത് വിംഗും നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്ന് സെക്രട്ടറി മോഹൻദാസ് പറഞ്ഞു. ഇവിടെ വനിതാ സംഘമുണ്ട്, യൂത്ത് വിംഗ് ഉണ്ട്. വനിതാ സംഘത്തിൻ്റെ വളരെ ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് പൊങ്കാലയും ചതയാഘോഷവും വളരെ സുഗമമായി നടത്തി വരുന്നു. SNDP സംഘടനയുടെ കൂട്ടായ്മ മറ്റ് സംഘടനകൾക്ക് മാതൃകയാവുകയാണ് ചെയ്യുന്നതെന്ന് വിജയൻ മണിക്കർ പറഞ്ഞു. ശാഖയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായാൽ ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇവരെല്ലാം. പുതിയ തലമുറയ്ക്ക് കേരള തനിമയുടെയും സംസ്കാരത്തിന്റെയും മഹിമ പകർന്നാടാനുള്ള വേദി കൂടിയായി ഗുരുജയന്തി ആഘോഷ പരിപാടികൾ. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വർണ്ണ വ്യാപാര രംഗത്തെ പ്രമുഖരായ ഗുഡ്വിൻ ജ്വല്ലറിയുടെ 11ാമത് ഷോറൂം താനെയിൽ ആരംഭിക്കുന്നു. ഒക്ടോബർ 9 പ്രശസ്ത ബോളിവുഡ് താരങ്ങളായ അനിൽ കപൂർ, ശില്പ ഷെട്ടി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. മലയാള, ഹിന്ദി സിനിമയിലെ വൻ താരനിര ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. ഇന്ത്യൻ സിനിമയിലെ നിത്യഹരിത നായകനായ അനിൽ കപൂറും ബോളിവുഡ് സുന്ദരി ശില്പ ഷെട്ടിയും ചേർന്ന് ഒക്ടോബർ 9 ഞായറാഴ്ച രാവിലെ 9:30 ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, വ്യവസായ രംഗത്തെ പ്രമുഖർ കൂടാതെ പങ്കജ് ഉദാസ്, മിലിന്ദ് ഗുനാജി, അഫ്താബ് ശിവദാസാനി, ലെനിൻ രാജേന്ദ്രൻ, പ്രിയാനന്ദൻ, ലാൽ ജോസ്, ജഗദീഷ്, ദേവൻ തുടങ്ങി പ്രശസ്തരുടെ നീണ്ട നിര തന്നെ വിശിഷ്ടാതിഥികളായിരിക്കും. മെലഡി ക്യൂൻ അൽക്ക യാഗ്നിക് നയിക്കുന്ന സംഗീത പരിപാടിയും നവീൻ പ്രഭാകർ ഒരുക്കുന്ന ഹാസ്യവിരുന്നും കൂടാതെ ഗുഡ്വിൻ ഗോൾഡൻ വോയ്സ് ഗായകരും വേദി പങ്കിടും. രാജ്യത്തെ ആദ്യ തീവണ്ടി ഗതാഗതം ആരംഭിച്ച ചരിത്രമുറങ്ങുന്ന നഗരത്തിൽ നടക്കുന്ന പ്രഥമ താരനിശയിൽ ഏകദേശം 20,000 പേർ പങ്കെടുക്കുമെന്ന് ഗുഡ്വിൻ ഗ്രൂപ്പ് ഡയറക്ടർമാരായ സുനിൽകുമാറും സുധീഷ് കുമാറും പറഞ്ഞു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ട്യൂൺ ഇൻ.